വളരെയധികം സന്തോഷം നിറഞ്ഞ രണ്ട് വിശേഷങ്ങൾ ഒരുമിച്ച് വന്നൊരു ദിവസം. ആദ്യത്തെ വിശേഷം ഞങ്ങളുടെ മുഖത്തല മുരാരിയുടെ തിരുവുത്സവമാണിന്ന്. കൊടി കയറി 10ാമത്തെ ഉത്സവം. ഇന്ന് ഉത്സവം അവസാനിക്കുകയാണ്. കൊടി കയറുന്ന അന്നു മുതൽ 10 ദിവസവും വന്ന് ഭഗവാനെ കാണണമെന്നും ഈ അമ്പലപ്പറമ്പിലൂടെയൊക്കെ നടക്കണമെന്നും എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാ വർഷവും ഞാൻ അങ്ങനെ വിചാരിക്കുമെങ്കിലും ഒരു വർഷവും എനിക്കത് നടന്നിട്ടില്ല. 10ാമത്തെ ദിവസമാണ് ഞാൻ അമ്പലത്തിലോട്ട് വരാറുള്ളത്. ഈ വർഷവും പതിവ് തെറ്റിച്ചിട്ടില്ല. 10ാമത്തെ ദിവസമാണ് ഞാൻ അമ്പലത്തിലോട്ട് വരുന്നത്. ഇന്ന് വേറൊരു വിശേഷം കൂടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. മെയ് 8. ഇന്ന് ഭഗവാന്റെ ഉത്സവവും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും ഒരേ ദിവസമാണ് വന്നത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷവും ഉണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ ഒരിച്ചിരി ലേറ്റായി പോയെങ്കിലും നന്നായിട്ട് ഭഗവാനെ തൊഴാനൊക്കെ പറ്റി. രാവിലെ ഇവിടെ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ആനയൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഇനി അടുത്ത വർഷം കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവിടെ ഒരുപാട് കൊച്ചു കൊച്ചു കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങളും നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. എന്നാലും കഴിഞ്ഞു പോയ വർഷങ്ങളേക്ക് അപേക്ഷിച്ച് ഈ കച്ചവടക്കാരുടെയൊക്കെ എണ്ണമൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ളവർ പറയുന്നത് മുഖത്തല അമ്പലത്തിൽ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിക്കാൻ അവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വർഷം കച്ചവടക്കാർ വളരെ കുറവായിരുന്നു കേട്ടോ. ഈ വർഷം കൂടുതലും നമ്മുടെ കമ്മലൊക്കെ വിൽക്കുന്ന ബംഗാളികളും ഒക്കെ ആയിരുന്നു കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ കുറേ പായസത്തിൻ്റെ കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, കുലുക്കി സർബത്തുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഈ വർഷം കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ ഉത്സവത്തിന് വന്നിട്ടാണ് ഇങ്ങനെ ചൂല് പോലുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇവർ വീട്ടിൽ നിന്ന് തന്നെ കൈവച്ചൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കേട്ടോ. ഒരു വയസ്സായ ഒരു അമ്മയായിരുന്നു ഇത് വിറ്റുകൊണ്ടിരുന്നത്. ഇതുപോലുള്ള 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇവർ കൈവച്ചൊക്കെ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല അതിശയമായിട്ട് തോന്നി കേട്ടോ. ഇതൊക്കെ അമ്പലത്തിലൊക്കെ പൂവൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല പൂക്കൂടകളാണ്. ഞാനങ്ങനെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചേട്ടോ. ഇതേപോലുള്ള ഇതൊക്കെ എന്തിനാണ് കൂടുതലും യൂസ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കാനായിട്ട് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് കുറച്ചൊക്കെ മേടിച്ചു. പിന്നെ ഇവിടെ ദാ ബാക്കിൽ കണ്ടില്ലേ സേമിയ പായസം എന്ന് എഴുതി വെച്ചിരുന്നത്. ഞാൻ വിചാരിച്ചു സേമിയ പായസമായിരിക്കും എന്ന്. ഞാൻ ഓടിപ്പോയി അത് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് നിറയെ കടലയും പരിപ്പും പയറും ഒക്കെ ഇട്ടിട്ട് അവിടെ ഇവിടെ മാത്രമേ സേമിയ കാണാനുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പായസം. അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അടുത്ത് ഒരു കടയിൽ കണ്ടതാണ് ഈ പുല്ലുപായയും. ഈ പായയ്ക്ക് ഇത് പന വെച്ചുണ്ടാക്കുന്ന ഒരു പായ കേട്ടോ. പണ്ട് എൻ്റെ കുഞ്ഞിലെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ തൂക്കിയിടാനായിട്ടൊരു ഇങ്ങനെ ഇതൊക്കെ ഹോൾഡർ പോലെയൊക്കെ ചെയ്ത് വെക്കുമായിരുന്നേ. അങ്ങനെ അതുമൊക്കെ കണ്ടു. ഇപ്പം അതൊന്നും ആരുടെയും വീട്ടിലില്ല, അതൊന്നും കാണാൻ കൂടിയില്ല കേട്ടോ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ബാക്കി കുറച്ച് പായസം കൂടി കുടിച്ചു. ബാക്കി ഏട്ടനെ കൊണ്ടും കുടിപ്പിച്ചു. എനിക്കതത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.